നമസ്കാരം. കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സിബി മാത്യു, ഉഷ ശിവൻ, ലിസി ജോളി എന്നിവരെ അയോഗ്യരാക്കിയ കോടതി വിധി. ഇതിൽ സിബി മാത്യു നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റാണ്. 2023 ഓഗസ്റ്റ് മാസം 8-ാം തീയതി നടന്ന കവളങ്ങാട് പഞ്ചായത്തിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലാണ് UDF അംഗങ്ങളായ ഈ 3 അംഗങ്ങൾ കൂറുമാറി വോട്ട് ചെയ്തത്. 2.5 വർഷത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച ശേഷം പിന്നീട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്ന സമയമായിരുന്നു അന്ന്. 3 UDF മെമ്പർമാർ ഇടതുപാളയത്തിൽ എത്തിയതോടെ ഭരണം LDF-നാകുകയായിരുന്നു. കൂറുമാറി വന്നവരുടെ നേതൃത്വത്തിൽ LDF നടത്തിയ 2 വർഷക്കാലത്തെ ഭരണം കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനത്തെ ആകെ അവതാളത്തിലാക്കിയിരിക്കുകയാണെന്നും UDF കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ അവർ അട്ടിമറിച്ചതായും നാട്ടിൽ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടപ്പിലാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ലെന്നും കോടതി വിധി സന്തോഷത്തോടെയാണ് കാണുന്നതെന്നും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് പറഞ്ഞു. കവളങ്ങാട് പഞ്ചായത്തിലെ 3 ഐക്യജനാധിപത്യ മുന്നണിയിൽ കാലുമാറി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ചേക്കേറിയവരെ അവരുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കിക്കൊണ്ടുള്ള അവരുടെ ഈ തീരുമാനത്തെ അസാധുവാക്കിക്കൊണ്ടുള്ള കോടതി നടപടിയെ കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി വളരെ സന്തോഷത്തോടുകൂടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. പണിയെടുത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഷ്ടപ്പെട്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ പണിയെടുത്ത് വിജയിച്ചവർ അവർ മറുകണ്ഠം ചാടി, എന്തോ സ്വന്തം ലാഭത്തിന് വേണ്ടി മറുകണ്ഠം ചാടി അവർ ഇടതുപക്ഷ മുന്നണിയുമായി സഹകരിച്ച് മുന്നോട്ട് പോയ ഒരു കാലഘട്ടം നമുക്കറിയാം. ഈ കവളങ്ങാട് പഞ്ചായത്തിൻ്റെ ഏറ്റവും മോശപ്പെട്ട കാലഘട്ടമായിട്ടത് നമുക്ക് കാണാം. ഈ 3 പേരെയും പാർട്ടിയിൽ നിന്ന് അന്ന് തന്നെ പുറത്താക്കി കോൺഗ്രസ് ആ കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചതാണ്. അതിന് കോടതിയുടെ പിന്തുണ കിട്ടിയതിൽ കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ വിജയം വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ സ്വീകരിക്കുന്നു. നന്ദി.